ഹലോ സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ സെക്കൻഡ് മൊഡ്യൂളിൻ്റെ സെക്കൻഡ് പാർട്ടാണ്. അതായത് ഡിസൈൻ തിങ്കിങ് ആസ് ഡൈവേർജൻറ്റ് ആൻഡ് കൺവേർജൻറ്റ് ക്വസ്റ്റ്യനിങ്. ഈ പാർട്ടെന്ന് പറയുന്നത് ഈ മൊഡ്യൂളിൽ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് കേട്ടോ. കുറച്ചെല്ലാം നല്ലപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു നിർത്തിയത് ഡിസൈൻ തിങ്കിങ് അപ്രോച്ചസിനെ കുറിച്ചും ദെൻ ഡിഫറെൻറ്റ് സ്റ്റേജസ് ഓഫ് എ ഡിസൈൻ തിങ്കിങ് പ്രോസസ്സും ഒക്കെ ആയിരുന്നു. നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കും 5 സ്റ്റേജസ് ഒക്കെ ആയിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇനി വീണ്ടും അതൊന്നുകൂടി എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. സോ നമുക്കിനി ഒട്ടും വൈകിക്കേണ്ടേ ഇന്നത്തെ സെഷനിലേക്ക് കടക്കാം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഡൈവേർജൻറ്റ് ആൻഡ് കൺവേർജൻറ്റ് തിങ്കിങ് പ്രോസസ്സ് ആണ്. ഫസ്റ്റ് ഓഫ് ഓൾ, ഡിസൈൻ തിങ്കിങ് എന്ന് പറയുന്നത് ഒരു ഐറ്ററേറ്റീവ് അപ്രോച്ചാണ്. അത് നമുക്ക് എല്ലാവർക്കും അറിയാം. അതുപോലെ തന്നെ നമ്മൾ ഒട്ടുമിക്ക ആളുകളും ഫോളോ ചെയ്യുന്ന 2 ഡിസൈൻ തിങ്കിങ് അപ്രോച്ചസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിത്തൗട്ട് എൻ ഡൗട്ട് നമുക്ക് പറയാം ഡൈവേർജൻറ്റ് തിങ്കിങ് ആൻഡ് കൺവേർജൻറ്റ് തിങ്കിങ്. ഈ ഡൈവേർജൻറ്റ് തിങ്കിങ്ങിനെ നമുക്ക് ക്രിയേറ്റീവ് തിങ്കിങ് എന്നും വിളിക്കാം. അതുപോലെ തന്നെ കൺവേർജൻറ്റ് തിങ്കിങ്ങിനെ നമുക്ക് അഡാപ്റ്റീവ് തിങ്കിങ് എന്നും വിളിക്കാം. അതായത് നമ്മളിൽ ഒട്ടുമിക്ക ആളുകളും ഒന്നെങ്കിൽ ഡൈവേർജൻ്റ് ആയിട്ട് തിങ്ക് ചെയ്യുന്ന ആളുകളായിരിക്കും. ഡൈവേർജൻ്റ് ആയിട്ട് തിങ്ക് ചെയ്യുന്ന ആളുകളെ നമ്മൾ വിളിക്കുന്നത് ക്രിയേറ്റീവ് തിങ്കേഴ്സ് ഓർ ഡൈവേർജൻ്റ് തിങ്കേഴ്സ് എന്നാണ്. അതുപോലെ തന്നെ കൺവേർജൻ്റ് ആയിട്ട് തിങ്ക് ചെയ്യുന്ന ആളുകളെ നമ്മൾ വിളിക്കുന്നത് അഡാപ്റ്റീവ് തിങ്കേഴ്സ് ഓർ കൺവേർജൻ്റ് തിങ്കേഴ്സ്. ഒന്നെങ്കിൽ നമ്മൾ ക്രിയേറ്റീവ് തിങ്കേഴ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ നമ്മൾ അഡാപ്റ്റീവ് തിങ്കേഴ്സ് ആയിരിക്കാം. ഇനി നമ്മൾ നെക്സ്റ്റ് പഠിക്കാൻ പോകുന്നത് എന്തുവാണ് ഡൈവേർജൻറ്റ് തിങ്കിങ് ആൻഡ് എന്തുവാണ് കൺവേർജൻറ്റ് തിങ്കിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. വാട്ട് യു മീൻ ബൈ ഡൈവേർജൻറ്റ് തിങ്കിങ് ഓർ വാട്ട് യു മീൻ ബൈ കൺവേർജൻറ്റ് തിങ്കിങ്? ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ഡൈവേർജൻറ്റ് തിങ്കിങ് മീൻസ് ആ വേർഡിൽ തന്നെ പറയുന്നുണ്ട്, ആ വേർഡിൻ്റെ പേരുകൾ തന്നെ സംഭവം എന്താണെന്ന് പറയുന്നുണ്ട്. ഡൈവേർജൻറ്റ് മീൻസ് എവേ ഫ്രം ദ പോയിൻറ്റ്. അതായത് ഒരു പോയിന്റിൽ നിന്നും ഡൈവേർട്ട് ചെയ്തിട്ട് പല ഡിഫറെൻറ്റ് ഡയറക്ഷനിലേക്ക് പോകുന്ന പ്രോസസ്സാണ് ഡൈവേർജൻറ്റ് എന്ന് പറയുന്നത്. അപ്പം ഡൈവേർജൻറ്റ് തിങ്കിങ് എന്ന് പറയുമ്പോഴത്തേക്കും ഒരു പ്രോബ്ലം ഉണ്ടായിരിക്കും, പക്ഷേ ആ പ്രോബ്ലത്തിൻ്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത് മൾട്ടിപ്പിൾ ആയിരിക്കും. ഒന്നിൽ കൂടുതൽ സൊല്യൂഷൻസ് പ്രൊവൈഡ് ചെയ്യും. അപ്പം ഒരു പ്രോബ്ലത്തിന് ഒന്നിൽ കൂടുതൽ സൊല്യൂഷൻസ് പ്രൊവൈഡ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ ഡൈവേർജൻറ്റ് തിങ്കിങ് എന്ന് പറയുന്നത്. ദാറ്റ് മീൻസ് ക്രിയേറ്റീവായിട്ട് നമ്മൾ സൊല്യൂഷൻസ് പ്രൊവൈഡ് ചെയ്യും. ഇപ്പം ഒരു പ്രോബ്ലം കൊടുക്കുകയാണോ അല്ലെങ്കിൽ ഒരു പ്രോബ്ലം ഉണ്ടെങ്കിൽ ഈ ക്രിയേറ്റീവ് തിങ്കേഴ്സ് എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഔട്ട് ഓഫ് ബോക്സ് ചിന്തിച്ചിട്ട് ആ ഒരു പ്രോബ്ലത്തിന് കിട്ടാവുന്ന എല്ലാ പോസിബിൾ സൊല്യൂഷൻസും ഫൈൻഡ് ഔട്ട് ചെയ്തെടുക്കും. പല ഡയറക്ഷനിൽ അല്ലെങ്കിൽ പല കോൺസെപ്റ്റ്സ് ഒക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്യത്തക്ക രീതിയിൽ പല സൊല്യൂഷൻസ് ഡിസൈൻ ചെയ്തെടുക്കും. അതിനെയാണ് നമ്മൾ ഡൈവേർജൻറ്റ് തിങ്കിങ് എന്ന് പറയുന്നത്. അപ്പോൾ കൺവേർജൻറ്റ് തിങ്കിങ് എന്താണെന്ന് വെച്ചാൽ ഈ ഡൈവേർജൻ്റെ നേരെ ഓപ്പോസിറ്റാണ്. അതായത് എല്ലാ സാധനങ്ങളും ഒരൊറ്റ പോയിന്റിൽ വന്ന് മീറ്റ് ചെയ്യുവാണെങ്കിൽ ആ പ്രോസസ്സിനെ നമുക്ക് കൺവേർജൻറ്റ് എന്ന് വിളിക്കുക. ദാറ്റ് മീൻസ് ടുവേർഡ്സ് എ പോയിന്റ് ഓർ ഓൾ ആർ മീറ്റ് അറ്റ് എ സൊല്യൂഷൻ എന്നൊക്കെ പറയില്ലേ, അതിനെയാണ് നമ്മൾ കൺവേർജൻറ്റ് എന്ന് പറയുന്നത്. അതായത് കൺവേർജൻറ്റ് തിങ്കിങ്ങിൻ്റെ കേസ് പറയുകയാണെങ്കിൽ ഇവിടെ ഇപ്പോൾ ഒരു പ്രോബ്ലം കൊടുക്കുകയാണെങ്കിൽ ആ പ്രോബ്ലത്തിന് ഒരൊറ്റ ആൻസർ ഉണ്ടാവുള്ളൂ, ഒരു ഫൈനൽ ആൻസർ ഡിസൈൻ ചെയ്തെടുക്കും. ഒന്നിൽ കൂടുതൽ ആൻസർ ഒന്നും പ്രൊവൈഡ് ചെയ്യത്തില്ല, ഒരു ആൻസർ അതെന്ന് പറയുന്നത് ഫൈനലായിരിക്കും. അതായത് നമ്മൾ സിംപ്ലി ഒരു ഒറ്റ വേർഡിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ലുക്ക് ഇൻ ടു ദി ബോക്സ് എന്നൊക്കെ പറയില്ലേ, അതാണ് കൺവേർജൻറ്റ് തിങ്കിങ് എന്ന് പറയുന്നത്. ലുക്ക് അല്ലെങ്കിൽ തിങ്ക് ഔട്ട് ഓഫ് ബോക്സ് എന്നൊക്കെ പറയുന്നതാണ് ക്രിയേറ്റീവ് തിങ്കിങ് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ ഡൈവേർജൻറ്റ് തിങ്കർ അല്ലെങ്കിൽ ഈ കൺവേർജൻറ്റ് തിങ്കർ എന്ന് പറയുന്നത് ആരൊക്കെയാണ്? ഡൈവേർജൻറ്റ് തിങ്കർ ഓർ ക്രിയേറ്റീവ് തിങ്കേഴ്സ് അല്ലെങ്കിൽ ഈ അഡാപ്റ്റീവ് തിങ്കേഴ്സ് എന്നൊക്കെ വിളിക്കുന്ന ആരൊക്കെയാണെന്ന് വെച്ചാൽ ഒരു എക്സാമ്പിൾ വെച്ചിട്ട് പറയാം, അപ്പം നിങ്ങൾക്ക് ഓർമ്മ നിൽക്കും. ലെറ്റ് us assume A and B are 2 persons. നമുക്ക് ജസ്റ്റ് ഒന്ന് അസ്യൂം ചെയ്യാം, ഇമാജിൻ ചെയ്താൽ മതി. എയും ബിയും 2 ആളുകളാണ്. എയുടെയും ബിയുടെയും പ്രോബ്ലം സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് സെയിം തന്നെയാണ്. 2 പേർക്കും ഒരു പ്രോബ്ലമാണ്. പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ 2 പേർക്കും പനിയും തൊണ്ടവേദനയാണ്. എന്നാൽ
എൻ്റെയും ബിൻ്റെയും സൊല്യൂഷൻ ലിസ്റ്റ് എടുക്കുമ്പോൾ സൊല്യൂഷൻസ് വേറെയാണ്. മീൻസ് നമ്മൾ ഈ ഒരു പ്രോബ്ലം സ്റ്റേറ്റ്മെൻറ്റിന് എയ്ക്കും ബിക്കുള്ള സൊല്യൂഷൻ ലിസ്റ്റ് നോക്കിയിട്ടാണ് നമ്മൾ എ ഏത് കാറ്റഗറിയിൽ വരുന്ന ആളാണെന്നും ബി ഏത് കാറ്റഗറിയിൽ വരുന്ന ആളാണെന്നും ഡിസൈഡ് ചെയ്യുന്നത്. ഒരൊറ്റ സൊല്യൂഷനെ പ്രൊവൈഡ് ചെയ്യുന്നുള്ളെങ്കിൽ അങ്ങനെയുള്ള ആളിനെ നമുക്ക് അഡാപ്റ്റീവ് തിങ്കറായിട്ട് പറയാം. ഒന്നിൽ കൂടുതൽ സൊല്യൂഷൻസ് ഒരു പ്രോബ്ലത്തിന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അയാളെ നമുക്ക് ക്രിയേറ്റീവ് തിങ്കറായിട്ട് പറയാം. ഇപ്പം എയുടെ പ്രോബ്ലം രണ്ടുപേർക്കും സെയിം. അപ്പം എയുടെ സൊല്യൂഷൻ ലിസ്റ്റ് നോക്കിയപ്പം എയ്ക്ക് ഒരൊറ്റ സൊല്യൂഷനേ ഉള്ളൂ, പനിയും തൊണ്ടവേദനയാണ്. അപ്പം എനിക്കിനി ഡോക്ടറെ പോയി കണ്ടു കഴിഞ്ഞാൽ മരുന്ന് മേടിച്ച് കഴിച്ചാലേ പനി കുറയുള്ളൂ. അതാണ് എയുടെ സൊല്യൂഷൻ എന്ന് പറയുന്നത്. എയുടെ സൊല്യൂഷൻ ലിസ്റ്റ് നോക്കിയപ്പോൾ ഒരൊറ്റ സൊല്യൂഷനേ ഉള്ളൂ, ഡോക്ടറെ കാണുക, മരുന്ന് മേടിച്ച് കഴിക്കുക. ഇത് മാത്രമേ ഉള്ളൂ എയ്ക്ക്. അപ്പം ബീനെ നോക്കുമ്പം ബിയുടെ സൊല്യൂഷൻ ലിസ്റ്റ് നോക്കുമ്പോഴത്തേക്കും ഒത്തിരി സൊല്യൂഷൻസ് ബി ലിസ്റ്റ് ഔട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ലൈക്ക് ചുക്കുവെള്ളം കുടിക്കുക, ചൂടുവെള്ളം കുടിക്കുക, ഉപ്പുവെള്ളം കൊള്ളുക, ദെൻ സ്റ്റീം എടുക്കുക, ദെൻ അതുപോലെ തന്നെ ഡോക്ടറെ കണ്ട് മരുന്ന് മേടിച്ച് കഴിക്കുക. ഇതൊക്കെ ബിയുടെ സൊല്യൂഷൻ ലിസ്റ്റിൽ വരുന്നതാണ്. അപ്പം ഇതിന് നമുക്ക് മനസ്സിലാക്കാം, എയ്ക്കാണെങ്കിൽ പ്രോബ്ലത്തിന് ഒരു ഫൈനൽ ആൻസർ, ഒരൊറ്റ സൊല്യൂഷൻ, അത് ഡോക്ടറെ കണ്ട് മരുന്ന് മേടിക്കുക. ബിക്കാണെങ്കിൽ ഒരു പ്രോബ്ലത്തിന് ഒന്നിൽ കൂടുതൽ സൊല്യൂഷൻസ് ലിസ്റ്റ് ഔട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിലേതെങ്കിലുമൊക്കെ ഒന്ന് ഇംപ്ലിമെൻറ്റ് ചെയ്യാം തൻ്റെ അസുഖം കുറയ്ക്കാൻ. അപ്പം ഇത് കണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം ആരാണ് ക്രിയേറ്റീവ് തിങ്കർ എന്നും ആരാണ് അഡാപ്റ്റീവ് തിങ്കർ എന്നും. എ എന്ന് പറയുന്ന ആൾക്ക് ഒരൊറ്റ സൊല്യൂഷനേ ഉള്ളൂ, അപ്പോൾ അയാളെ നമുക്ക് അഡാപ്റ്റീവ് തിങ്കറായിട്ട് പറയാം. ബിക്കാണെങ്കിൽ ഒരു പ്രോബ്ലം വന്നപ്പോൾ ഒത്തിരി സൊല്യൂഷൻസ് ലിസ്റ്റ് ഔട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ നമുക്ക് ബിയെ ക്രിയേറ്റീവ് തിങ്കർ എന്ന് വിളിക്കാം. ഇനി നിങ്ങൾക്ക് വേറൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, കുറച്ചുകൂടി റിയലിസ്റ്റിക് ആയിട്ടുള്ള എക്സാമ്പിൾ പറയുന്നത് നമ്മുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ തന്നെ നമുക്ക് കൺസിഡർ ചെയ്യാം. ഇപ്പം നമ്മളെല്ലാവരും കടന്നു പോകുന്ന ഒരു സ്റ്റേജ് എന്ന് പറയുന്നത് നമ്മുടെ ലോക്ക്ഡൗൺ സീസൺ. ഈ ലോക്ക്ഡൗൺ സീസണിൽ നമുക്ക് കാണാൻ പറ്റുന്നതെന്ന് വെച്ചാൽ രണ്ട് കാറ്റഗറിയിൽ പെടുന്ന ആളുകളെയാണ് നമുക്ക് കാണാൻ കിട്ടുന്നത്. ഫസ്റ്റ് കാറ്റഗറി എന്ന് പറയുന്നത് നമ്മുടെ ലോക്ക്ഡൗൺ ഡേയ്സ് എങ്ങനെ യൂസ് ചെയ്യുമെന്ന് വെച്ചാൽ വെറുതെ ഉറങ്ങി അങ്ങ് തീർത്തു, അങ്ങനെ പറയുന്നവരും ഉണ്ടാവും. സെക്കൻഡ് കാറ്റഗറി എന്ന് പറഞ്ഞാൽ തൻ്റെ ലോക്ക്ഡൗൺ ഡേയ്സ് എങ്ങനെയായിരുന്നു എന്ന് ചോദിച്ചാൽ അയാൾ പറയും അയാൾക്ക് കുറേ ഐഡിയാസ് അയാൾ ഈ ലോക്ക്ഡൗൺ സീസണിൽ ട്രൈ ചെയ്തിട്ടുണ്ടാവും. ലൈക്ക് ഗാർഡനിങ് ചെയ്തു, ഫാമിങ് ചെയ്തു, കുക്കിംഗ് എക്സ്പെരിമെൻറ്റ് നടത്തി, പെയിൻറ്റിങ് പഠിച്ചു, ഡ്രോയിങ് ചെയ്യാൻ പഠിച്ചു, ദെൻ ഉറങ്ങി, അങ്ങനെയുള്ള കുറേ സൊല്യൂഷൻസ് അയാൾ ലിസ്റ്റ് ഔട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഈ രണ്ട് കാറ്റഗറി ഇതിപ്പം നമ്മുടെ റിയൽ ടൈം എക്സാമ്പിളാണ്. ഇപ്പം നമുക്ക് തന്നെ അറിയാം, നമ്മളൊക്കെ ഇപ്പം ഇത് പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കണം നമ്മളൊക്കെ ഏത് കാറ്റഗറിയിൽ വരുന്ന ആളുകളാണ്. നമ്മുടെ ലോക്ക്ഡൗൺ സീസൺ നമ്മൾ എങ്ങനെ ചിലവാക്കി എന്ന് വെച്ചിട്ട് നമുക്ക് പറയാം നമ്മൾ ഡൈവേർജൻറ്റ് തിങ്കറാണോ കൺവേർജൻറ്റ് തിങ്കറാണോ എന്നുള്ളത്. ഇപ്പം എല്ലാ ദിവസവും ഒരേപോലെ ഉറങ്ങി തീർക്കുന്ന ആളിനെ നമുക്ക് ഒരൊറ്റ സൊല്യൂഷനേ ഉള്ളൂ, എങ്ങനെ ഇയാളുടെ ലോക്ക്ഡൗൺ പോയി എന്ന് ചോദിച്ചാൽ ഞാൻ ഉറങ്ങി തീർത്തു, ഇങ്ങനെ പറയുന്ന ആളിനെ നമുക്ക് വേണമെങ്കിൽ പറയാം അയാൾ ക്രിയേറ്റീവായിട്ട് ഒന്നും ചെയ്തില്ല, അയാൾ ഔട്ട് ഓഫ് ബോക്സ് ഒന്നും ചിന്തിച്ചെടുത്തൊന്നുമില്ല, ചുമ്മാ അയാൾ ഉറങ്ങിയും കഴിഞ്ഞു. അപ്പോൾ അയാൾ നമുക്ക് എന്ത് പറയാം, അഡാപ്റ്റീവ് തിങ്കർ എന്ന് പറയാം, അല്ലെങ്കിൽ കൺവേർജൻറ്റ് തിങ്കർ എന്ന് പറയാം. വേറൊരാൾ എടുക്കുകയാണെങ്കിൽ അയാൾ പറഞ്ഞു അയാളുടെ ലോക്ക്ഡൗൺ അയാൾ എൻജോയ് ചെയ്തു. എങ്ങനെ എൻജോയ് ചെയ്തു എന്ന് വെച്ചാൽ കുക്കിംഗ് ഒക്കെ ചെയ്യാൻ പഠിച്ചു, ദെൻ പെയിൻറ്റിങ് ഒക്കെ പഠിച്ചു, ദെൻ ഗാർഡനിങ് ട്രൈ ചെയ്തു, ഫാമിങ് ട്രൈ ചെയ്തു, ഡാൻസിങ്ങും ഇതൊക്കെ ട്രൈ ചെയ്തു എന്നൊക്കെ പറയുന്ന ആൾ. അതായത് അയാളുടെ ലോക്ക്ഡൗൺ ഡേയ്സിൽ ഒത്തിരി സൊല്യൂഷൻസ് ഇംപ്ലിമെൻറ്റ് ചെയ്തു. അങ്ങനെയുള്ള ആളിനെ നമുക്ക് ക്രിയേറ്റീവ് തിങ്കർ എന്ന് വിളിക്കാം, അല്ലെങ്കിൽ ഡൈവേർജൻറ്റ് തിങ്കർ എന്ന് വിളിക്കാം. ഇപ്പം നിങ്ങൾക്ക് ഒരുവിധം എന്തുവാണ് ഈ അഡാപ്റ്റീവ് തിങ്കർ എന്നും എന്തുവാണ് ഈ ക്രിയേറ്റീവ് തിങ്കർ എന്നുള്ള കാര്യം മനസ്സിലായി കാണും. ദെൻ നമുക്ക് ഈ കൺവേർജൻറ്റ് ആൻഡ് ഡൈവേർജൻറ്റ് തിങ്കേഴ്സിൻ്റെ പേഴ്സണാലിറ്റി ട്രേറ്റ്സിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ, in the case of divergent thinkers, they are related to mainly two type of personality traits. ഏതൊക്കെയെന്ന് വെച്ചാൽ ഓപ്പൺനെസ് ആൻഡ് എക്സ്ട്രാവേർഷൻസ്. ഓപ്പൺനെസ് മീൻസ് ക്യൂരിയസ് ആയിട്ടോ അല്ലെങ്കിൽ ക്രിയേറ്റീവായിട്ടോ അല്ലെങ്കിൽ ഇമാജിനേറ്റീവായിട്ടോ തിങ്ക് ചെയ്യുന്ന ആളുകളെയാണ് നമ്മൾ ഓപ്പൺനെസ്സിൽ കാറ്റഗറൈസ് ചെയ്യുന്നത്. ദെൻ എക്സ്ട്രാവേർഷൻ എന്ന് പറയുമ്പോഴത്തേക്കും
സോഷ്യലായിട്ടുള്ള അല്ലെങ്കിൽ ഔട്ട് ഗോയിങ് ആയിട്ടുള്ള ആളുകൾ, അതായത് സോഷ്യൽ തിങ്കേഴ്സിനെയൊക്കെയാണ് നമ്മൾ യൂഷ്വലി എക്സ്ട്രാ വേർഷനിൽ പറയുന്നത്. അപ്പം കൺവേർജൻ്റ് കേസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കൺവേർജൻസിന് നമുക്കങ്ങനെ യൂഷ്വലി ഈ ഒരു പേഴ്സണാലിറ്റി ട്രേഡിലാണ്, ഇന്ന പേഴ്സണാലിറ്റി ട്രേഡിലാണ് അങ്ങനെ നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ബിക്കോസ് കൺവേർജൻറ്റ് തിങ്കേഴ്സിന് ഇപ്പോൾ ഒരു പ്രോബ്ലം ചോദിച്ചു കഴിഞ്ഞാൽ അവർ ക്രിയേറ്റീവായിട്ടൊന്നും തിങ്ക് ചെയ്യുന്നില്ല. അവരുടെ ടൂൾ എന്ന് പറയുന്നത് അവർ ബൈഹാർട്ട് ചെയ്തിട്ടുള്ള കാര്യമായിരിക്കും ചിലപ്പം അവർ പറയുന്നത്, അല്ലെങ്കിൽ അവർ കോപ്പിങ് ആയിട്ട് നേരത്തെ മുൻകൂട്ടി പഠിച്ചു വെച്ച കാര്യം അതേപോലെ എടുത്തിട്ട് പെർഫോം ചെയ്യുന്നു. അല്ലാണ്ട് കൂടുതലായിട്ട് അവരുടെ ഭാഗത്തുനിന്നൊരു അവിടെ എന്തെങ്കിലും നൊവാലിറ്റി ഒന്നും കൊണ്ടുവരുന്നില്ല. എന്തുവാ പഠിച്ചു വെച്ചത് അവർ പ്രസൻറ്റ് ചെയ്യുന്നു, അത്രയേ ഉള്ളൂ. അപ്പോൾ അവർ നമുക്ക് ഒരു പ്രത്യേകിച്ച് വേറൊരു പേഴ്സണാലിറ്റി ട്രെയിലോട്ട് റിലേറ്റ് ചെയ്യണമെന്നും പറ്റില്ല. ഓൾറെഡി പഠിച്ചു വെച്ച അല്ലെങ്കിൽ ഓൾറെഡി സ്റ്റേറ്റ് ചെയ്ത് വെച്ച ഒരു ഫാക്റ്റിനെ അവർ പ്രസൻറ്റ് ചെയ്യുന്നു, അത്രയേ ഉള്ളൂ. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കൺവേർജൻറ്റ് തിങ്കിങ്ങിനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പം ക്യാപിറ്റൽ ഓഫ് കേരള എന്നൊരു ചോദ്യം വന്നു കഴിഞ്ഞാൽ ഈ ചോദ്യത്തിനുള്ള ഒരു ഉത്തരം എന്ന് പറയുന്നത് ട്രിവാൻഡ്രം. ഈ ഒരു ഒറ്റ ഉത്തരേ ഉള്ളൂ. ഇതെന്ന് പറയുന്നത് സ്റ്റേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഒരു ഫാക്റ്റാണ്. ഇനി ഇത് ഓരോ കൊല്ലം കഴിയുന്തോറും ചേഞ്ച് ഒന്നും ആവത്തില്ല, ഇതൊരു ഫാക്റ്റാണ്. അപ്പം ഇങ്ങനെ, അതായത് ഫാക്റ്റായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയുന്നത് കൺവേർജൻറ്റ് തിങ്കേഴ്സ് ആയിരിക്കും. ഫൈനൽ ആൻസർ ഇനി അത് എന്ന് വെച്ചാൽ അവർ എപ്പോഴും പ്രൊവൈഡ് ചെയ്യുന്നത് വെച്ചാൽ എഫക്റ്റീവായിട്ടുള്ള അല്ലെങ്കിൽ മോസ്റ്റ് ആക്യുറേറ്റ് ആയിട്ടുള്ള ആൻസേഴ്സ് ആയിരിക്കും കൺവേർജൻറ്റ് തിങ്കേഴ്സ് എപ്പോഴും പ്രൊവൈഡ് ചെയ്യുന്നത്. കൺവേർജൻറ്റ് തിങ്കേഴ്സിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അവർ അറ്റ് എ ടൈം ഒരു പ്രോബ്ലം മാത്രമേ ഫോക്കസ് ചെയ്യുള്ളൂ. അതായത് സ്ട്രെയിറ്റ് ഫോർവേഡാണ്. എന്തുവാണ് പ്രോബ്ലം, ആ പ്രോബ്ലത്തിൻ്റെ കറക്റ്റ് സൊല്യൂഷൻ ഫൈൻഡ് ഔട്ട് ചെയ്യുക, ഇത്രയേ ഉള്ളൂ അവരുടെ ഡ്യൂട്ടി എന്ന് പറയുന്നത്. ഡൈവേർജൻറ്റ് തിങ്കേഴ്സ് ആണെങ്കിൽ ക്രിയേറ്റീവായിട്ട് തിങ്ക് ചെയ്യും. മീൻസ് ഔട്ട് ഓഫ് ബോക്സ്, അതായത് അവരുടെ പരിധിയൊക്കെ കടന്ന് ചിന്തിക്കും. അവരുടെ ബൗണ്ടറീസ് ഉണ്ടല്ലോ, ഒരു സൊല്യൂഷൻ ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ട ബൗണ്ടറീസൊക്കെ കടന്ന് അവർ പല പല വേസിൽ ചിന്തിച്ചിട്ടായിരിക്കും സൊല്യൂഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നത്. അങ്ങനെയുള്ളവരെയാണ് നമ്മൾ ക്രിയേറ്റീവ് തിങ്കേഴ്സ് എന്ന് വിളിക്കുന്നത്. ഇപ്പം കൺവേർജൻറ്റ് തിങ്കറും ഡൈവേർജൻറ്റ് തിങ്കേഴ്സും തമ്മിലുള്ള ഡിഫറൻസ് മനസ്സിലായിട്ടുണ്ടാവും. ഇതെന്ന് പറയുന്നത് കൺവേർജൻറ്റ് തിങ്കേഴ്സിൻ്റെയും ഡൈവേർജൻറ്റ് തിങ്കേഴ്സിൻ്റെയും ഡിഫറൻസ് ആണ് പറഞ്ഞിരിക്കുന്നത്. എന്തോന്ന് നോക്കാം. കൺവേർജൻറ്റ് തിങ്കിങ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ പ്രോസസ് ഓഫ് ഫിഗറിങ് ഔട്ട് എ കോൺക്രീറ്റ് സൊല്യൂഷൻ ടു എനി പ്രോബ്ലം. ആൻഡ് കൺവേർജൻറ്റ് തിങ്കിങ്ങിൻ്റെ അടുത്ത സെക്കൻഡ് പോയിൻ്റ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ സ്ട്രെയിറ്റ് ഫോർവേഡ് പ്രോസസ്സ്. അതായത് ഒരു പ്രോബ്ലത്തിന് ഒരു സൊല്യൂഷൻ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് കൺവേർജൻറ്റ് തിങ്കിങ്ങിൻ്റെ കോൺസെപ്റ്റ്. അതുപോലെ തന്നെ സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിരിക്കും. ഡയറക്റ്റ് പ്രോബ്ലം എന്തുവാണ് ആ പ്രോബ്ലത്തിൻ്റെ ഡയറക്റ്റ് സൊല്യൂഷൻ ഫൈൻഡ് ഔട്ട് ചെയ്യും. ദെൻ ഈ കൺവേർജൻറ്റ് തിങ്കിങ്ങിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തുവാന്ന് വെച്ചാൽ സ്പീഡ്, ആക്യുറസി ആൻഡ് ലോജിക്, ഇവയൊക്കെയാണ് ക്യാരക്ടറിസ്റ്റിക്സിൽ പറയുന്നത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് കൺവേർജൻറ്റ് തിങ്കിങ് ഹെൽപ്സ് ടു ഫൈൻഡ് ഔട്ട് ദ ബെസ്റ്റ് പോസിബിൾ ആൻസർ ടു എനി പ്രോബ്ലം. അതായത് അതെന്തോ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ കൺവേർജൻറ്റ് തിങ്കിങ്ങിലാണെങ്കിൽ ഒരു ഫൈനൽ സൊല്യൂഷനാണ് പ്രൊവൈഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. അപ്പം ആ സൊല്യൂഷൻ എന്ന് പറയുന്നത് നമ്മുടെ പ്രോബ്ലത്തിൻ്റെ കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും ആക്യുറേറ്റ് ആയിട്ടുള്ള സൊല്യൂഷൻ ആയിരിക്കും. നെക്സ്റ്റ് എന്ന് പറയുന്നത് കൺവേർജൻറ്റ് തിങ്കിങ്ങിൻ്റെ കേസ് പറയുകയാണെങ്കിൽ methods involved in convergent thinking also involve recognizing the previously tried out techniques and reapplying them along with the readily stored information. അതായത് കൺവേർജൻറ്റ് തിങ്കിങ്ങിൻ്റെ ഡിസൈൻസ് എന്നൊക്കെ പറയുന്നത് ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള സൊല്യൂഷൻസ് ആയിരിക്കും. ഓൾറെഡി എക്സിസ്റ്റിംഗ് അല്ലെങ്കിൽ അവൈലബിൾ ആയിട്ടുള്ള സൊല്യൂഷൻസ് ആയിരിക്കും. ആ സൊല്യൂഷൻസ് എടുത്തിട്ട് അതിൽ നമ്മുടേതായിട്ടുള്ള ചെറിയ എന്തെങ്കിലും ഒരു ചേഞ്ചസ് വരുത്തുന്നു. അതുകൊണ്ടാണ് നമ്മൾ ഇതിനെ അഡാപ്റ്റീവ് തിങ്കർ എന്ന് വിളിക്കുന്നത്. അഡാപ്റ്റീവ് തിങ്കിങ് പ്രോസസ്സ് എന്നൊക്കെ പറയില്ലേ. ഓൾറെഡി ഉള്ളതിനെ എടുത്ത് അതിൽ ചെറിയൊരു മോഡിഫിക്കേഷൻ വരുത്തി ഡിസ്പ്ലേ ചെയ്യുന്നു അല്ലെങ്കിൽ ഡിസൈൻ ചെയ്തെടുക്കുന്നു. ആ പ്രോസസ്സാണ് കൺവേർജൻറ്റ് തിങ്കിങ്. ദെൻ എക്സാമ്പിൾ എന്ന് പറയുന്നത് മൾട്ടിപ്പിൾ ചോയ്സ് ടെസ്റ്റസ്, ക്വിസസ് ആൻഡ് സ്റ്റാൻഡേർഡൈസ്ഡ് ടെസ്റ്റസ് ആൻഡ് ഈ സ്പെല്ലിംഗ് ടെസ്റ്റസ് ഒക്കെ, ഇങ്ങനെ കുറച്ച് ടെസ്റ്റുകൾ വരത്തില്ല. ഈ ടെസ്റ്റിനെയൊക്കെ നമുക്ക് കൺവേർജൻറ്റ് തിങ്കിങ്ങിൻ്റെ അണ്ടറിൽ കാറ്റഗറൈസ് ചെയ്യാം. ബിക്കോസ് ഈ ഇപ്പം ഒരു ഒബ്ജക്റ്റീവ് ടൈപ്പ് ടെസ്റ്റ് എടുക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു ക്വിസ് കണ്ടക്ട് ചെയ്യുകയാണെങ്കിലും ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ് ക്യാപിറ്റൽ ഓഫ് കേരള, ഒബ്ജക്റ്റീവ് ടൈപ്പിലും ഈ ക്വസ്റ്റ്യൻ ഉണ്ട്, ക്വിസിലും ഈ ക്വസ്റ്റ്യൻ ഉണ്ട്. പക്ഷേ ഈ രണ്ട്
ടെസ്റ്റിലും ഈ ക്വസ്റ്റിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഒരു ആൻസർ ആയിരിക്കും, സെയിം ആയിരിക്കും. അതിപ്പോൾ ഒബ്ജക്റ്റീവ് ടൈപ്പിൽ ക്യാപിറ്റൽ ഓഫ് കേരള ഒരു ആൻസറും ക്വിസിൽ വേറൊരു ആൻസറാണോ? അല്ല, രണ്ട് ടെസ്റ്റിലും ആൻസർ എന്ന് പറയുന്നത് ഒന്ന് തന്നെയായിരിക്കും, ചേഞ്ച് ഉണ്ടാവത്തില്ല. അതുകൊണ്ടാണ് നമ്മൾ പറയണത് ഈ ടെസ്റ്റ് ദെൻ ഒബ്ജക്റ്റീവ് ടൈപ്പ് എക്സാംസ്, സ്പെല്ലിംഗ് ടെസ്റ്റ്, ഇതൊക്കെ നമുക്ക് കൺവേർജൻ്റ് അണ്ടറിൽ പറയാം. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഡൈവേർജൻറ്റ് തിങ്കിങ് ആണ്. ഡൈവേർജൻറ്റ് തിങ്കിങ് എന്താണെന്ന് വെച്ചാൽ, ഫസ്റ്റ് പോയിന്റ് പറയുന്നത് വെച്ചാൽ ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് തിങ്കിങ് ദാറ്റ് എക്സ്പ്ലോർസ് മൾട്ടിപ്പിൾ പോസിബിൾ സൊല്യൂഷൻസ് in order to generate a creative ideas. അതായത് ഒരു പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ അതിന് മൾട്ടിപ്പിൾ സൊല്യൂഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നു. സെക്കൻഡ് പോയിന്റ് എന്ന് പറഞ്ഞാൽ ഡൈവേർജൻറ്റ് തിങ്കിങ് റെഫേഴ്സ് ടു ഓപ്പണിംഗ് ദ മൈൻഡ് ഇൻ വേരിയസ് ഡയറക്ഷൻ ആൻഡ് ട്രൈയിങ് ഔട്ട് മൾട്ടിപ്പിൾ സൊല്യൂഷൻസ് ഫോർ എ പ്രോബ്ലം. അതായത് ഒരു പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ ആ പ്രോബ്ലത്തിന് സൊല്യൂഷൻ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പല പല കോൺസെപ്റ്റ്സ് ഇംപ്ലിമെൻറ്റ് ചെയ്യും, അല്ലെങ്കിൽ നമ്മൾ പല പല ഡയറക്ഷനിൽ നമ്മൾ തിങ്ക് ചെയ്തിട്ട് മാക്സിമം പോസിബിൾ ആയിട്ടുള്ള സൊല്യൂഷൻസ് ഫൈൻഡ് ഔട്ട് ചെയ്തെടുക്കും. ആൻഡ് അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത് സ്പോണ്ടേനിയസ് ആയിരിക്കും, ഫ്രീ ഫ്ലോയിങ് ആയിരിക്കും, അതുപോലെ തന്നെ നോൺ ലീനിയറും ആയിരിക്കും. ദെൻ ഫോർത്ത് പോയിന്റ് പറയുന്നത് എന്താ വെച്ചാൽ ഡൈവേർജൻറ്റ് തിങ്കിങ് എന്ന് പറയുന്നത് കീപ്സ് ദ ഓപ്ഷൻസ് ഓപ്പൺ ആയിരിക്കും. എ കംപ്ലീറ്റ്ലി ആക്യുറേറ്റ് ആൻസർ എന്ന് പറയുന്നത് ഇറ്റ്സ് ഡിഫിക്കൾട്ട് ഐഡൻറ്റിഫൈ. അതായത് ഒന്നിൽ കൂടുതൽ സൊല്യൂഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇതിൽ ബെസ്റ്റ് സൊല്യൂഷൻ ഏതാണെന്ന് നമുക്ക് പിന്നെ ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടി വരും. ബെസ്റ്റ് സൊല്യൂഷൻ ഇപ്പം ഒന്നിൽ കൂടുതൽ സൊല്യൂഷൻ, ഇപ്പോൾ ഇതിൽ ഏതാണ് ബെസ്റ്റ് എന്ന് പറയുന്നത് ഐഡൻറ്റിഫൈ ചെയ്യാൻ കുറച്ച് ഡിഫിക്കൽട്ടായിരിക്കും. അത് നമുക്ക് ടെസ്റ്റ് ചെയ്ത് തന്നെ ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടി വരും. നെക്സ്റ്റ് ഫിഫ്ത്ത് പോയിന്റ് ഓഫ് ഡൈവേർജൻറ്റ് തിങ്കിങ് എന്ന് പറയുന്നത് ഡൈവേർജൻറ്റ് തിങ്കിങ് റിലേറ്റ്സ് ടു ഫിഗറിങ് ഔട്ട് ന്യൂ പ്രൊസീജിയേഴ്സ് ടു സോൾവ് എ പ്രോബ്ലം ഡെസ്പൈറ്റ് എക്സിസ്റ്റിംഗ് സൊല്യൂഷൻ. അതായത് കൺവേർജൻറ്റ് തിങ്കിങ് എന്ന് പറയുന്നത് ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സൊല്യൂഷനെ എടുത്തിട്ട് അതിൽ എന്തെങ്കിലും ചെറിയൊരു ചേഞ്ച് വരുത്തി അതിനെ ഡിസൈൻ ചെയ്തെടുക്കുന്നതെന്ന് പറഞ്ഞു. പക്ഷേ ഡൈവേർജൻറ്റ് തിങ്കിങ് ആണെങ്കിൽ കംപ്ലീറ്റ്ലി ന്യൂ കോൺസെപ്റ്റ്സ് ആയിരിക്കും ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. എല്ലാം ടോട്ടലി പുതുതായിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആയിരിക്കും അവർ ഡെവലപ്പ് ചെയ്തെടുക്കുന്നത്. അതായത് എക്സിസ്റ്റിംഗ് സൊല്യൂഷനിൽ നിന്ന് അവർ ഡിപ്പെൻഡ് ചെയ്യില്ല, ഒരു പുതിയ പ്രോഡക്റ്റ് അവർ ഡെവലപ്പ് ചെയ്തെടുക്കാൻ, ഡിസൈൻ ചെയ്തെടുക്കാൻ ട്രൈ ചെയ്യും. ദെൻ ഈ ടെസ്റ്റ്, ക്യൂസ് എന്നൊക്കെ പറയുന്നത് നമുക്ക് ഡൈവേർജൻറ്റ് തിങ്കിങ്ങിൻ്റെ അണ്ടറിൽ കൊണ്ടുവരാൻ പറ്റില്ല, ബിക്കോസ് മൾട്ടിപ്പിൾ സൊല്യൂഷൻസ് വേണം ഡൈവേർജൻറ്റ് തിങ്കിങ്ങിന്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഈ പിക്ചർ കാണിക്കുന്നത് എന്താ വെച്ചാൽ കൺവേർജൻറ്റ് ആൻഡ് ഡൈവേർജൻറ്റ് തിങ്കിങ് ഓഫ് ഇലക്ട്രിക് ബൾബാണ്. ഇതിൽ നമുക്ക് നോക്കിയാൽ അറിയാം, ഫസ്റ്റ് ഈ ഫിഗർ കാണിക്കുന്നത് കൺവേർജൻറ്റ് തിങ്കിങ്ങിന് ഒരു എക്സാമ്പിളാണ്. ദാറ്റ് മീൻസ് സിമിലർ ആയിട്ടുള്ള ഐഡിയാസാണ് ഇവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ആ ബൾബ് കാണുമ്പോൾ അറിയാം, 3 ബൾബ്സ് ഉണ്ട്. ആ ബൾബ്സ് 3നും കാണുമ്പോൾ തന്നെ അറിയാം ഡിസൈനിങ് ഒന്നും വലിയ ചേഞ്ച് ഒന്നുമില്ല, എല്ലാം ഒരേപോലെ തന്നെയാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. കളറും ഒക്കെ സെയിം തന്നെയാണ്, ഷേപ്പും എല്ലാം സെയിം തന്നെയാണ്. അതായത് ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു മെത്തേഡ് എടുത്ത് അതിൽ ചെറിയൊരു ചേഞ്ച് വരുത്തി, ചെറിയ ചേഞ്ച് വരുത്തിയത് മിക്കവാറും വോട്ടിലായിരിക്കും. ഇപ്പോൾ 50 വാട്ട് ബൾബാണെങ്കിൽ അതിന് 100 വാട്ട് ബൾബാക്കി കൺവേർട്ട് ചെയ്തിട്ടുണ്ടായിരിക്കും. അത്ര ചേഞ്ചസൊക്കെ വരുത്തിയിട്ടുള്ളൂ, അല്ലാണ്ട് സൈസും ഷേപ്പും ഒക്കെ എല്ലാം സിമിലറാണ്. അപ്പോൾ ഇതിന് നമുക്ക് കൺവേർജൻ്റ് എന്ന് പറയാം. ഔട്ട് ഓഫ് ബോക്സ് തിങ്ക് ചെയ്തിട്ടൊന്നും ഡെവലപ്പ് ചെയ്തിട്ടില്ല, യൂഷ്വലി ഉള്ളൊരു സാധനത്തിനെ എടുത്ത് അതിൽ ചെറിയൊരു മോഡിഫിക്കേഷൻ വരുത്തി. എന്നാൽ സെക്കൻഡ് പിക്ചർ നോക്കൂ. ഈ സെക്കൻഡ് പിക്ചർ എന്ന് പറയുന്നത് ഡൈവേർജൻറ്റ് തിങ്കിങ്ങിൻ്റെ ഒരു എക്സാമ്പിളാണ്. അതായത് മെനി ഡിഫറെൻറ്റ് ഐഡിയാസാണ് ഇവിടെ ജനറേറ്റ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ആ പിക്ചർ കാണുമ്പോൾ തന്നെ അറിയാം, ബൾബുകളുടെ ഷേപ്പ് എന്ന് പറയുന്നത് ഡിഫറെൻ്റ് ആണ്, ദെൻ ഡിസൈൻ ഡിഫറെൻ്റ് ആണ്, സൈസ് ഡിഫറെൻ്റ് ആണ്, ദെൻ കളർ ബൾബ്സ് ഒക്കെ അവർ ഡിസൈൻ ചെയ്തെടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിനെ ഡൈവേർജൻറ്റ് തിങ്കിങ് എന്നും പറയാം. ഫസ്റ്റ് പിക്കിനെ നമുക്ക് കൺവേർജൻറ്റ് തിങ്കിങ് എന്നും പറയാം. ഇപ്പം നിങ്ങൾക്ക് ഒരുവിധം മനസ്സിലായിട്ടുണ്ടാവും. നെക്സ്റ്റ് നമുക്കൊരു കേസ് സ്റ്റഡി നോക്കാം. ഒരു പെൻ എടുക്കണം. ഒരു പെൻ കിട്ടിക്കഴിഞ്ഞാൽ കൺവേർജൻറ്റ് തിങ്കേഴ്സ് എങ്ങനെ തിങ്ക് ചെയ്യും, അതുപോലെ തന്നെ ഡൈവേർജൻറ്റ് തിങ്കേഴ്സ് ആ പെൻ എന്തിന് യൂസ് ചെയ്യും എന്നുള്ള കാര്യമാണ് നോക്കുന്നത്. ഇപ്പം ഒരു കൺവേർജൻറ്റ് തിങ്കറിൻ്റെ സൈഡിൽ നിന്ന് നോക്കുകയാണെങ്കിൽ പെന്ന് എന്ന് പറയുന്നത് യൂസ്ഡ് ഫോർ റൈറ്റിംഗ് പർപ്പസ്, എഴുതാൻ മാത്രം യൂസ് ചെയ്യുന്നു. പെന്ന് കൊണ്ടുള്ള യൂസ് എന്ന് പറയുന്നത് ഒരു കൺവേർജൻറ്റ് തിങ്കറെ അപേക്ഷിച്ച് നോക്കുമ്പോൾ റൈറ്റിംഗ് പർപ്പസിന് മാത്രമായിരിക്കും. എന്നാൽ ഒരു തിങ്കറിൻ്റെ ഭാഗത്തുനിന്ന് ചിന്തിക്കുകയാണെങ്കിൽ പേന എന്ന് പറയുന്നത് റൈറ്റിങ്ങിന് യൂസ് ചെയ്യുന്നുണ്ട്,
അത് കൂടാണ്ട് തന്നെ മൾട്ടി പർപ്പസിങ് ലൈക്ക് ഒരു സ്ട്രോ ആയിട്ട് യൂസ് ചെയ്യാം, അതുപോലെ തന്നെ ഒരു പേപ്പർ പഞ്ച് ആയിട്ട് ഉപയോഗിക്കാം, ദെൻ ഒരു സ്കെയിലായിട്ട് യൂസ് ചെയ്യാം, ഒരു സ്റ്റാബിങ് വെപ്പണായിട്ടോ അല്ലെങ്കിൽ ടോയ് ലൈക്ക് കിഡ്സിന് വേണ്ടിയുള്ള ടെലസ്കോപ്പ് അങ്ങനെയുള്ള ടോയ് ആയിട്ട് അല്ലെങ്കിൽ വിസിലായിട്ടൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പെൻ യൂസ് ചെയ്യാം. ഇത് പറയണമെന്ന് വെച്ചാൽ ഒരു ഡൈവേർജൻറ്റ് തിങ്കറുടെ കോൺസെപ്റ്റിലാണ് പെൻ എന്തിനൊക്കെ യൂസ് ചെയ്യാന്ന് പറയുന്നത്. കൺവേർജൻറ്റ് തിങ്കർ ആണെങ്കിൽ പെൻ എന്തിനാ ഉപയോഗിക്കുന്നത് വെച്ചാൽ പറയും റൈറ്റിംഗ് പർപ്പസിന് മാത്രമേ അത് ഉപയോഗിക്കാൻ കൊള്ളൂ. ഇതാണ് കൺവേർജൻറ്റ് ആൻഡ് ഡൈവേർജൻറ്റ് തിങ്കിങ് പ്രോസസ്സ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഒരുവിധം മനസ്സിലായി കാണും. നിങ്ങൾക്ക് ഇപ്പം ഞാനൊരു പെന്നിൻ്റെ കേസ് സ്റ്റഡി ഇവിടെ പറഞ്ഞു, ഇതുപോലെ തന്നെ നിങ്ങൾക്ക് വേറെ ഒരു കേസ് സ്റ്റഡി ഉണ്ട്. അത് നിങ്ങൾക്ക് നിങ്ങൾക്ക് ചെയ്യാനുള്ള വർക്കാണ്. നിങ്ങൾക്ക് ഞാൻ നിങ്ങളുടെ ലിങ്ക് വൈസിൽ ഷെയർ ചെയ്യാവുന്ന ക്വസ്റ്റ്യൻ ലിങ്ക് വൈസിൽ ഷെയർ ചെയ്യട്ടോ, നോക്കിയിരുന്നാൽ മതി.